ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരാ ഗുരുർ സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. 2024 ഡിസംബർ 15 മുതൽ 21 വരെ, അതായത് മലയാള വർഷം 1200 ആണ്ട്, വൃശ്ചികം 30 മുതൽ ധനു 6 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് കുജനും അഷ്ടമത്തിൽ ബുധനും അഷ്ടമത്തിലും ഭാഗ്യസ്ഥാനത്തുമായി സൂര്യനും കർമ്മസ്ഥാനത്ത് ശുക്രനും ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കുടുംബസുഖമുണ്ടാകും. സ്ഥാനചലനത്തിന് സാധ്യത കാണുന്നു. ഉദരപീഡ ഉണ്ടായേക്കാം. ധനസ്ഥിതി മോശമായിരിക്കില്ല. പ്രിയപ്പെട്ടവരെ പിരിഞ്ഞു നിൽക്കേണ്ടതായി വരും. കലഹങ്ങൾക്ക് സാധ്യത കാണുന്നു. കർമ്മഗുണം കുറയും. കീർത്തിയുണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരം ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും സഹോദരസ്ഥാനത്ത് കുജനും കളത്രസ്ഥാനത്ത് ബുധനും കളത്രസ്ഥാനത്തും അഷ്ടമത്തിലുമായി സൂര്യനും ഭാഗ്യസ്ഥാനത്ത് ശുക്രനും കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ദേശാന്തര ഗമനത്തിനും ശത്രുശല്യത്തിനും സാധ്യത കാണുന്നു. സന്തോഷം, സുഖം, ധനലബ്ധി എന്നിവയ്ക്ക് യോഗമുണ്ട്. കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. പല പ്രകാരത്തിലുള്ള ഭയം വർദ്ധിക്കും. സ്ത്രീകൾ നിമിത്തം വിഷമതകൾക്ക് സാധ്യത. ദാമ്പത്യ സൗഖ്യം വർദ്ധിക്കും. ധർമ്മപ്രവൃത്തികളിൽ താൽപ്പര്യമുണ്ടാകും. കർമ്മഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നിവയാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് കുജനും ശത്രുസ്ഥാനത്ത് ബുധനും ശത്രുസ്ഥാനത്തും കളത്രസ്ഥാനത്തുമായി സൂര്യനും അഷ്ടമത്തിൽ ശുക്രനും ഭാഗ്യസ്ഥാനത്ത് ശനിയും വ്യയസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. പൂർവാർജിതമായ ധനത്തിന് നാശമുണ്ടായേക്കാം. മുഖരോഗങ്ങൾക്ക് സാധ്യത. കാര്യവിജയമുണ്ടാകും. ശത്രുശല്യം കുറയും. ശാരീരിക ക്ലേശം വർദ്ധിക്കും. ദാമ്പത്യ സൗഖ്യം കുറയും. ധനവർദ്ധനമുണ്ടാകും. ഗൃഹം അലങ്കരിക്കും. പിതാവിനോ പിതൃതുല്യർക്കോ വാതരോഗങ്ങൾക്ക് സാധ്യത. യാത്രാക്ലേശവും തൊഴിൽ തടസ്സവും പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാനത്തെ പാദം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ കുജനും പുത്രസ്ഥാനത്ത് ബുധനും പുത്രസ്ഥാനത്തും ശത്രുസ്ഥാനത്തുമായി സൂര്യനും കളത്രസ്ഥാനത്ത് ശുക്രനും അഷ്ടമത്തിൽ ശനിയും ലാഭസ്ഥാനത്ത് വ്യാഴവും സഞ്ചരിക്കുന്ന സമയമാണ്. ദേഹസുഖം കുറയും. വിഷാദം മനസ്സിനെ ഗ്രസിക്കും. ഉഷ്ണരോഗങ്ങൾക്ക് സാധ്യത. ജപധ്യാനാദികൾക്ക് മുടക്കമുണ്ടാകാം. വിവേകശൂന്യമായി പെരുമാറരുത്. ശത്രുശല്യം കുറയും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കും. ദാമ്പത്യ സൗഖ്യം കുറയും. കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. നാൽക്കാലികൾക്ക് നാശമുണ്ടാകാൻ സാധ്യതയുണ്ട്. ധനവരവ് മെച്ചപ്പെടും. വസ്ത്രാഭരണാദി ലാഭം ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് ബുധനും സുഖസ്ഥാനത്തും പുത്രസ്ഥാനത്തുമായി സൂര്യനും ശത്രുസ്ഥാനത്ത് ശുക്രനും കളത്രസ്ഥാനത്ത് ശനിയും കർമ്മസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. അനുഭവഗുണം വർദ്ധിക്കും. ബന്ധുസമാഗമം ഉണ്ടാകും. മനപ്രയാസം വർദ്ധിക്കും. ശത്രുശല്യം വർദ്ധിക്കും. ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കുകയില്ല. ദൂരദേശ യാത്രകളും അലച്ചിലും വഴിതടസ്സവും നേരിടേണ്ടതായി വരും. ദാമ്പത്യ സൗഖ്യം കുറയും. കർമ്മവൈകല്യം ഉണ്ടാകും. സന്താനങ്ങൾക്ക് അരിഷ്ടതകൾക്ക് സാധ്യത. പല വിധത്തിലുള്ള ദുഷ്ചെലവുകൾക്കും ധനനഷ്ടത്തിനും സാധ്യത കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്ര ആദ്യ പകുതി എന്നിവയാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് ബുധനും സഹോദരസ്ഥാനത്തും സുഖസ്ഥാനത്തുമായ സൂര്യനും പുത്രസ്ഥാനത്ത് ശുക്രനും ശത്രുസ്ഥാനത്ത് ശനിയും ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുഭയം ഉണ്ടാകും. പ്രിയപ്പെട്ടവരുമായി കലഹത്തിന് സാധ്യത. ദാമ്പത്യ സൗഖ്യം കുറയും.
സന്താനലാഭം ഉണ്ടാകും. ഗുരുജനങ്ങളുടെ അനുഗ്രഹങ്ങൾ ലഭിക്കും. ശത്രുക്കൾക്കുമേൽ വിജയം നേടും. കാര്യവിജയം ഉണ്ടാകും. ആജ്ഞാശക്തിയും സാമർഥ്യവും വർദ്ധിക്കും. ഭൂമി, ഗൃഹം, വാഹനം എന്നിവ കരസ്ഥമാക്കാൻ അനുകൂലമായ കാലമാണ്. ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണപ്രീതി വരുത്തുക. അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം മുക്കാൽ എന്നിവയാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ബുധനും ധനസ്ഥാനത്തും സഹോദരസ്ഥാനത്തുമായി സൂര്യനും സുഖസ്ഥാനത്ത് ശുക്രനും പുത്രസ്ഥാനത്ത് ശനിയും അഷ്ടമത്തിൽ വ്യാഴവും കർമ്മസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. ധനസമൃദ്ധി ഉണ്ടാകും. ഗൃഹവാഹനാദി സൗഖ്യമുണ്ടാകും. സന്തോഷം വർദ്ധിക്കും. സന്താനങ്ങൾക്ക് അഭിവൃദ്ധിക്ക് സാധ്യത കാണുന്നു. ദാമ്പത്യ സൗഖ്യം വർദ്ധിക്കും. മനസുഖം കുറയും. കർമ്മതടസ്സം ഉണ്ടാകും. ദുഷ്പ്രവൃത്തികളിൽ ആസക്തി വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാനത്തെ പാദം, അനിഴം, തൃക്കേട്ട എന്നിവയാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ബുധനും ജന്മത്തിലും ധനസ്ഥാനത്തുമായി സൂര്യനും സഹോദരസ്ഥാനത്തിൽ ശുക്രനും സുഖസ്ഥാനത്ത് ശനിയും കളത്രസ്ഥാനത്ത് വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് കുജനും സഞ്ചരിക്കുന്ന സമയമാണ്. വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക. കലഹങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. മനപ്രയാസം ഉണ്ടാകും. വഞ്ചനയിൽ അകപ്പെടാതെ ശ്രദ്ധിക്കുക. ശത്രുശല്യം കുറയും. വസ്ത്രാഭരണ ലാഭം ഉണ്ടാകും. വാഹനങ്ങൾക്ക് കേടുപാടുകൾ വരാൻ സാധ്യതയുണ്ട്. സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി യാത്ര പോകേണ്ടി വരും. സന്താന ഗുണം ഉണ്ടാകും. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് ശുക്രനും സഹോദരസ്ഥാനത്ത് ശനിയും ശത്രുസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ കുജനും ജന്മത്തിലും വ്യയസ്ഥാനത്തുമായി സൂര്യനും വ്യയസ്ഥാനത്ത് ബുധനും സഞ്ചരിക്കുന്ന സമയമാണ്. പല മാർഗങ്ങളിലൂടെയുള്ള ധനലാഭം ഉണ്ടാകും. സ്ഥാനപ്രാപ്തിയും ആരോഗ്യവർദ്ധനവും ഉണ്ടാകും. അനുഭവഗുണം കുറയും. കാര്യതടസ്സത്തിനും മാനനഷ്ടത്തിനും സാധ്യത. കോപം വർദ്ധിക്കും. സഞ്ചാരക്ലേശം ഉണ്ടാകും. പാപപ്രവൃത്തികളിൽ താൽപ്പര്യം വർദ്ധിക്കും. ദുഷ്ചെലവുകൾക്ക് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശുക്രനും ധനസ്ഥാനത്ത് ശനിയും പുത്രസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് കുജനും ലാഭസ്ഥാനത്ത് ബുധനും ലാഭസ്ഥാനത്തും വ്യയസ്ഥാനത്തുമായി സൂര്യനും സഞ്ചരിക്കുന്ന സമയമാണ്. ശയന സുഖാനുഭവങ്ങളും വിശേഷ വസ്ത്രലാഭവും ഉണ്ടാകും. വാക്കുപിഴ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. വിവാഹാർത്ഥികൾക്ക് നല്ല ആലോചനകൾ വന്നു ചേരാനിടയുണ്ട്. ഗൃഹവാഹനാദി സൗഖ്യം ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യം കുറയും. യാത്രാ തടസ്സം ഉണ്ടാകും. വിദ്യാലാഭം ഉണ്ടാകും. അധികൃതരുടെ പ്രീതിക്ക് പാത്രമാകും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം, ചതയം, പൂരിട്ടാതി മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ ശനി, സുഖസ്ഥാനത്ത് വ്യാഴം, ശത്രുസ്ഥാനത്ത് കുജൻ, കർമ്മസ്ഥാനത്ത് ബുധൻ, കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തുമായി സൂര്യനും വ്യയസ്ഥാനത്ത് ശുക്രനും സഞ്ചരിക്കുന്ന സമയമാണ്. ധനസ്ഥിതി മാറ്റമില്ലാതെ തുടരും. ബന്ധുഗുണം കുറയും. ശത്രുക്കളെ ജയിക്കും. സ്വർണ്ണലാഭം ഉണ്ടാകും. രോഗശമനം ഉണ്ടാകും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. അനുഭവഗുണം വർദ്ധിക്കും. കർമ്മഗുണം വർദ്ധിക്കും. അനുകൂലമായ സ്ഥാനമാനങ്ങൾ ലഭിക്കും. ആഡംബര വസ്തുക്കൾക്കായി പണം വ്യയം ചെയ്യേണ്ടി വരും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നിവയാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് വ്യാഴം, പുത്രസ്ഥാനത്ത് കുജൻ, ഭാഗ്യസ്ഥാനത്ത് ബുധൻ, ഭാഗ്യസ്ഥാനത്ത് കർമ്മസ്ഥാനത്തുമായി സൂര്യൻ, ലാഭസ്ഥാനത്ത് ശുക്രൻ, വ്യയസ്ഥാനത്ത് ശനി എന്നിവ സഞ്ചരിക്കുന്ന സമയമാണ്. സ്ഥാനമാറ്റം ഉണ്ടാകും. സന്താന ഗുണം കുറയും. മനപ്രയാസം ഉണ്ടാകും. വാതരോഗങ്ങൾ വർദ്ധിക്കും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. കർമ്മഗുണം ഉണ്ടാകും. ദുഷ്ചെലവുകൾ വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക.